അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മീഷോ ഹോൾ ആയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം, മീഷോ ഇന്ത്യസ് ഫേവറേറ്റ് ആപ്പ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇതിലിപ്പോ 1 കോടിയിലേറെ യൂസേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. ലിങ്ക് കയറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ 100 റുപ്പീസ് ഓഫോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് ഫസ്റ്റ് ഓർഡറിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം മീഷോയിൽ മഹാ ഇന്ത്യൻ പ്രൈസ് ഡ്രോപ്പ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 70% വരെ ഓഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഒരു മീഷോ ഡ്രസ് ഹോൾ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ അത് പർച്ചേസ് ചെയ്ത കുറച്ച് ഡ്രസ്സസ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ജംപ് സൂട്ട് ആണ്, ഒരു ഡെനിമിന്റെ ജംപ് സൂട്ട് ആണ്. അപ്പം ഇതാണ് ആ ജംപ് സൂട്ട്. കണ്ടോ, കുറച്ചൊരു വെറൈറ്റി ടൈപ്പാണ്. അതായത് ഒരു ഭാഗത്ത് ഒരു കളറും വേറെ ഭാഗത്ത് വേറെ കളറുമാണ്. കണ്ടോ, എനിക്ക് പർച്ചേസ് ചെയ്തതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ആണ് ഈ ഡാങ്കറി എന്ന് പറയുന്നത്, ഈ ജംപ് സ്യൂട്ട് പറയുന്നത്. അപ്പം ഇതിൽ ഇവിടെ പോക്കറ്റ്സ് വരുന്നുണ്ട്. ഇത് കുറച്ച് കണ്ടോ, ഒരു സ്ട്രീറ്റ് ഫാഷൻ കൈൻഡ് ഒരു ഐറ്റം ആണ്. ഇതിനിതാ ഇവിടെ ഇങ്ങനെ കൊളുത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഉള്ളിൽ എന്താ പറയുക, എന്തെങ്കിലും യൂസ് ചെയ്ത് ടോപ്പ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇടാം. പക്ഷെ ഇതല്ലാതെ ഇടാം. അതായത് അല്ലാതെ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഇങ്ങനത്തെ സ്ലീവ് പോലത്തെ ഇതൊക്കെ ഇട്ടിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ജിബ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇത് ജിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം എനിക്കാണെങ്കിൽ ഇപ്പൊ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. കാരണം എനിക്ക് ഫീഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ജിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഫീഡ് ചെയ്യാനൊക്കെ ഒത്തിരി എളുപ്പമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ട്രെൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഫീഡ് ചെയ്യാൻ കുറച്ച് ട്രെൻഡ് ആയിട്ട് ഡ്രസ്സ് നോക്കുന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഡങ്കറി എന്ന് പറയുന്നത്. പിന്നെ ഇത് നല്ല ക്ലോത്ത് ആണ്, അതായത് ഡെനിമിന്റെ നല്ല ക്ലോത്ത് ആണ്, കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആണ്. അപ്പം നമുക്ക് കുറച്ച് സ്ട്രെച്ച് ആയിട്ട് നിന്നോളും, അത് പേടിക്കേണ്ട പ്രശ്നമല്ല. അതായത് നമുക്ക് ടൈറ്റ് ആയിട്ടാണ് എടുത്തതെങ്കിലും നമുക്ക് കുറച്ച് സ്ട്രെച്ച് ആവണം എന്നുണ്ടെങ്കിൽ സ്ട്രെച്ച് ആയിക്കോളും, സ്ട്രെച്ചബിൾ ആണ്. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഓക്കെ, ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത് വെച്ചാൽ 450 റുപ്പീസ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഞാൻ വാങ്ങിച്ചത് ഡെനിമിന്റെ ഒരു സ്കേർട്ടും ആ സ്കേർട്ടിനായിട്ട് ഒരു ടോപ്പുമാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്കേർട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങളെ വിചാരിക്കും ഇത് ഫുൾ ഡെനിം ഹോളാണോ? അല്ലാട്ടോ, ഇതും കൂടി ഡെനിം ഉള്ളൂ. അപ്പം ഇതാണ് ആ സ്കേർട്ട്. എൻ്റെ അമ്മ പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്നത് ഇങ്ങനെ 3/4 സ്കേർട്ടൊക്കെ കേട്ടോ. അമ്മേൻ്റെ ആ ഒരു ടൈമിലൊക്കെ എന്താ പറയുക, നല്ല ട്രെൻഡായിട്ട് നടക്കുന്ന ടൈമിലൊക്കെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പറഞ്ഞു അടിപൊളി അടിപൊളി പറഞ്ഞു. അപ്പോൾ ഇതാണ് സ്കേർട്ട് വരുന്നത്. ഇവിടെ ഒരു സ്ലെറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് എന്താ പറയുക, നീ ലെവൽ വരെ ആണ്. സ്ലിറ്റ് ഭയങ്കര ഓപ്പൺ അല്ല, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമല്ല. അങ്ങനെ ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പ്രശ്നമല്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്, അതായത് പാൻസോ എന്തെങ്കിലും അടിയിൽ, അതായത് 3/4 പാൻസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും അല്ലാത്തവർക്ക് നല്ലത്. പക്ഷെ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ. വരുന്നത് 365 റുപ്പീസ് ആണ് കേട്ടോ. അപ്പം അത് എനിക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഇത് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ഡെനിം സ്കേർട്ട് തന്നെയാണ്. നല്ല ആ ഒരു പ്രൈസ് റേഞ്ച് എനിക്ക് തോന്നുന്നു അഫോർഡബിൾ ആണെന്ന് തോന്നുന്നു. ഒരു ഡെനിം സ്കേർട്ടിന് അഫോർഡബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇതിൽ 2 ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ബെൽറ്റ് ഇടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് സ്കേർട്ട് വരുന്നത്. ഇതാ ബാക്കിൽ ഒരു എലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സ്ട്രെച്ച് പോകും. ഓൾമോസ്റ്റ് ഇത് ഫിറ്റ് ആണ് കേട്ടോ. ഓൾമോസ്റ്റ് എന്ന് വെച്ചാൽ ഫിറ്റാണ്, ചെറിയൊരു ലൂസ്, വളരെ ചെറിയൊരു ലൂസാണ് ഉള്ളത്, അതേ ഉള്ളൂ. അല്ലാതെ ഫിറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല തുണിയാണ്, നല്ല ഡെനിമിൻ്റെ. ഇത് അത്ര സ്ട്രെച്ചബിൾ അല്ല, എന്നാൽ കുറച്ച് സ്ട്രെച്ചബിൾ ആണ്. ആ ഒരു ടൈപ്പാണ് കേട്ടോ. നമ്മുടെ ജംപ് സ്യൂട്ടിൻ്റെ അത്ര സ്ട്രെച്ചബിൾ അല്ല. ഇതാണ്. അപ്പം അതിന് ഞാൻ എടുത്ത ടോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളർ ടോപ്പാണ്. ഇതാണ് ആ ടോപ്പ് വരുന്നത്. ഇതിൻ്റെ കഴുത്തിൻ്റെ അവിടെ ഒരു കെട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഒരു മോഡൽ എനിക്കൊരു ബ്ലൂ ടോപ്പ് ഉണ്ട്. അപ്പം ഇത് നമുക്ക് കുറച്ച് എന്താ പറയുക, ഫോർമലായിട്ടും യൂസ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബ്ലാക്ക് ഇതേപോലത്തെ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഫോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അതായത് കുറച്ച് ട്രെൻഡി ആയിട്ട് ഫോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴുത്തിൻ്റെ അവിടെ ഒരു കെട്ട് വരുന്നുണ്ട്. കൈ ഇവിടെ എലാസ്റ്റിക് ആണ് വരുന്നത്. താഴെ ഫ്രീ ആയിട്ടാണുള്ളത്. കണ്ടോ, ഇതാണ് ബ്ലാക്ക് ടോപ്പ്. ഇതിന് വരുന്നത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങുന്ന ടൈമിൽ 262 ആണ്. ഇത് കുറച്ച് നൈസായിട്ടുള്ള
ഫാബ്രിക് ആണ് കേട്ടോ, നൈസ് ആയിട്ടുള്ള തുണിയാണ്. കുഴപ്പമില്ല. ഒത്തിരി ടോപ്പിന് ഒത്തിരി അഫോർഡബിൾ പ്രൈസ് 262 ആണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നല്ല ഒരു കാര്യമാണ് കേട്ടോ. ഇനി എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായി, അപ്പൊ അതാണ് ഞാൻ ഒന്നാമത് ഈ ടോപ്പ് എടുക്കാൻ കാരണം. നെക്സ്റ്റ് വരുന്നത് ഞാൻ മീഷോ ഹാള്, അതായത് വേറെ യൂട്യൂബേഴ്സിന്റെ മീഷോ ഹാള് കണ്ടപ്പോഴാണെങ്കിലും അതിൽ ഒത്തിരി പേര് ചെയ്തതിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, ഒരു ഓറഞ്ച് കുർത്തയാണ്. അപ്പം മീഷോ ഹാള് കണ്ടവർക്ക് അറിയായിരിക്കും. ഇതാണ് ഓറഞ്ച് കുർത്ത. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ച് നോക്കിയതാണ്. ഇത് കുറച്ച് റേറ്റ് ഉള്ളതാണ്, പക്ഷെ ആ റേറ്റിനുള്ള കാണാനുള്ളത് ഇതുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ നെക്ക് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ്. ഇതിന്റെ സ്ലീവിന്റെ അവിടെ ഇതാ ഗോൾഡൻ വർക്ക് ഉണ്ട്, പിന്നെ ഗോൾഡൻ സ്ട്രൈപ്സ് താഴത്തേക്കുണ്ട്, പിന്നെ താഴെയാണെങ്കിലും ഇതേപോലെ ഗോൾഡൻ വലിയൊരു വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് ബോട്ടമും അവൈലബിൾ ആണ്. ഇതാ നമ്മൾ ബോട്ടമും അവൈലബിൾ ആണ്, പിന്നെ ഇതിന്റെ ഷോളും അവൈലബിൾ ആണ്. ഇത് ക്വാളിറ്റി വൈസ് ഒത്തിരി നന്നായിരുന്നു, നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ 795 റുപ്പീസ് ആണ്. അറിയാം കുറച്ച് പ്രൈസ് ഉണ്ട്, പക്ഷേ ആ പ്രൈസിനുള്ള ഐറ്റം ഉണ്ട്. അതായത് ബോട്ടമും സ്കേർട്ടും വരുന്നുണ്ട്, മാത്രമല്ല ടോപ്പും വരുന്നുണ്ട്. അപ്പം നമുക്കൊരു കുറച്ച് നന്നായിട്ട് നമ്മൾ ജ്വല്ലറീസിൻ്റെ കൂടെ, കുറച്ച് ഹെവി ജ്വല്ലറീസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹെവി ഫംഗ്ഷന് ഇടാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ കുർത്ത. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് എന്താന്ന് വെച്ചാൽ, ഞാനിപ്പം ഡെലിവറി കഴിഞ്ഞപ്പം കുറച്ച് ഒന്ന് ഉഷാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പഴയ ജീൻസൊക്കെ ഞാൻ ഒത്തിരി ടൈറ്റുള്ള ജീൻസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പം അതൊക്കെ തന്നെ പിന്നെ ടൈറ്റായി. അപ്പോൾ ഞാൻ പുതിയൊരു ജീൻസും അതിനൊരു ടോപ്പും ആണ് എടുത്തത്. ഓക്കെ, അപ്പം ഞാനൊരു പ്ലെയിൻ ബ്ലാക്ക് ജീൻസ് ആണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ സിപ്പ് മാത്രം കുറച്ചൊരു ഹാർഡാണ്, സ്റ്റിൽ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഇതിന് വരുന്നത് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 415 റുപ്പീസ് ആണ് കേട്ടോ വരുന്നത്. 415 റുപ്പീസിൽ തന്നെ ഇത് അടിപൊളി ക്വാളിറ്റി ജീൻസ് ആണ് കേട്ടോ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളിയാണ്. എനിക്ക് ഇതിപ്പോൾ ഞാൻ കുറച്ച് യൂസ് ചെയ്തു കേട്ടോ, കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്തു. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ജീൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ ബ്ലാക്ക് ജീൻസ് നോക്കുന്നുണ്ടെങ്കിൽ അഫോർഡബിൾ റേഞ്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും കണ്ടിപ്പോൾ നോക്കാൻ പറ്റുന്നതൊക്കെ പറയാൻ പോകണം, തമിഴൊക്കെ വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഡ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. മീഷോയിൽ കോഡ് വൈസാണ് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ കോഡ് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ജീൻസ് വരുന്നത്. ഇത് നമുക്കൊരു ആംഗിൾ ലെങ്ത് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതാണ് ബാക്ക് സൈഡ്. പിന്നെ മാത്രമല്ല എനിക്കൊരു കാര്യം, ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴാട്ടോ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ മറ്റേ നമ്മുടെ ബ്രാൻഡിൻ്റെ ഇതൊന്നും ഇല്ല, ലോഗോസും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ബാക്ക് പ്ലെയിൻ ആയിരിക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് വരുന്നത്, പ്ലെയിൻ ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. നല്ല ഒരു ജീൻസാണ്. അപ്പോൾ അതിനായി ഞാൻ എടുത്ത ടോപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്രേ ടോപ്പാണ്. ഇതിപ്പോൾ നമുക്ക് ഒട്ടുമിക്ക എനിക്ക് തോന്നുന്നു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ടോപ്പാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് അതിൻ്റെ ഉള്ളിൽ ഇടാൻ വരുന്നതാണ്, നമുക്ക് അകത്ത് വരുന്നത്. ഇതാണ് അതിൻ്റെ പുറത്ത് വരുന്നത്. ഇത് കണ്ടോ, ഇതെനിക്കൊരു ഇച്ചിരി ടൈറ്റാണ് ഇപ്പം, പക്ഷെ ഞാൻ റിട്ടേൺ അടിക്കാൻ നിന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് മെലിയെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു ഇതിൽ ഉണ്ടാവില്ല, അപ്പോൾ കുറച്ചുകൂടെ മെലിയില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ റിട്ടേൺ അടിക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ അധികം യൂസ് ചെയ്യാൻ പോകുന്നില്ല, കാരണം ഫീഡൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഇപ്പം അധികം യൂസ് ചെയ്യാൻ പോകുന്നില്ല. കുറച്ച് കാലത്തിന് ശേഷം ഇടാൻ വേണ്ടിയിട്ട് വായിച്ചതാണ്. അപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പം ഇത് വെച്ചിട്ടുണ്ട്, ആ ടോപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ടോപ്പ് വരുന്നത്. നെറ്റാണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നെറ്റാണ് കേട്ടോ. നമുക്കിങ്ങനെ ഭയങ്കര കുത്തുന്ന ടൈപ്പ് ആ നെറ്റല്ല, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നെറ്റാണ് ഇത്. എന്താ പറയുക, ഇതിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി നമുക്ക് എന്താ പറയുക ഹാർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം, പക്ഷെ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. പുറമെ എടുക്കുന്നത് ഇത് ഗ്രേ കളറാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന് വേറെ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇത്ര പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇപ്പം മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ താഴെ എല്ലാത്തിൻ്റെയും കോഡ് കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. മാത്രമല്ല ഈ മീഷോ ആപ്പിൽ എങ്ങനെ പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ മാത്രമല്ല ഇതിൽ പറ്റും, റീസെൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ റീസെൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലൊരു പ്രൊഡക്റ്റ് എടുക്കുക, അതിൻ്റെ കാറ്റലോഗ് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് വഴി ഷെയർ ചെയ്യുക.
ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഓർഡേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൽ പേയ്മെന്റ് മെത്തേഡ് കൊടുക്കാം. പേയ്മെന്റ് മെത്തേഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്, അല്ലാതെ കാർഡ് വഴിയാണെങ്കിൽ അതൊക്കെ ഏതാണ് മെത്തേഡ് അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഇപ്പോൾ സപ്പോസ് ഇത് നമുക്കൊരു 300 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 100 റുപ്പീസ് ആണ് നമുക്ക് അതിന്റെ പ്രോഫിറ്റ് വേണ്ടതെങ്കിൽ 400 റുപ്പീസ് നമ്മൾ അതിൽ കൊടുക്കാം, മാർജിൻ എമൗണ്ടിൽ അവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് 100 റുപ്പീസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് എമൗണ്ട്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമറിന്റെ അഡ്രസ്സ് കൊടുത്താൽ മതി. നമുക്ക് വാങ്ങിയിട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല, കസ്റ്റമറിന്റെ അഡ്രസ്സ് കൊടുത്താൽ മതി. അപ്പോൾ കസ്റ്റമർ അവിടെ നിന്ന് റിസീവ് ചെയ്തോളൂ. റിസീവ് ചെയ്തിട്ട് അവർ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ എത്രയാണോ മാർജിൻ എമൗണ്ട് കൊടുത്ത് ആ പ്രോഫിറ്റ് എമൗണ്ട് ഞാൻ പറഞ്ഞില്ല, നമ്മൾ സപ്പോസ് 100 റുപ്പീസ് ആണെങ്കിൽ അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി ഒരു 20,000 to 25,000 വരെ ഇങ്ങനെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കൊറോണ ടൈമൊക്കെ ഇല്ലേ, എന്തായാലും ഫോൺ കളിച്ചിരിക്കില്ലേ, അപ്പോൾ ചുമ്മാ കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കുന്നേ, നല്ല അടിപൊളി ആപ്പാണ് കേട്ടോ. പിന്നെ മാത്രമല്ല ഇതിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഈസി റിട്ടേൺസ് ആണ്. റിട്ടേണിങ് ഇതിൽ ഒത്തിരി ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒത്തിരി ഈസി ആയിട്ടുള്ള ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ റിട്ടേൺസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആണ്. ഇതിലുള്ള എല്ലാ പ്രൊഡക്റ്റിനും ഷിപ്പിംഗ് ചാർജസ് വരുന്നേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഒത്തിരി എന്താ പറയുക, നമ്മുടെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ കിട്ടുന്ന ഒരു ആപ്പ് തന്നെയാണ് കേട്ടോ മീഷോ എന്ന് പറയുന്നത്. നിങ്ങൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അതിന്റെ ഒറിജിനൽ പിക്കൊക്കെ നോക്കി ഒന്ന് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഏതാ കൂടുതൽ ചേരുന്നെന്ന്, നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, എല്ലാവരും സേഫ് ആയിരിക്കുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.